BJP പ്രസക്തമായ ഘടകമേ അല്ല. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ് മത്സരം എന്ന് പറയുമ്പോഴും ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള യഥാർത്ഥ മത്സരം ആരാണ് BJP കൂടുതൽ നന്നായി പ്രതിരോധിക്കുന്നത് എന്നതാണ്. BJP ആണ് ഈ മത്സരത്തിലെ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ CPM കോൺഗ്രസും തമ്മിൽ പോരടിക്കുന്നത് BJP പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കരുത്ത് പോരാ, ഞങ്ങൾക്ക് അതിന് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാണ്. BJP ആണ് കോർ ഓഫ് ദ ഡിസ്പ്യൂട്ട്. ഈ എല്ലാ ചർച്ചകളുടെയും ഏറ്റവും മധ്യത്തിൽ വർത്തിക്കുന്ന ഈ കേരള രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന കോർ സബ്ജക്ട് BJP ആണ്. BJPയുടെ പ്രസക്തിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പോ BJP ആണ് ഈ തെരഞ്ഞെടുപ്പിലും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള പാർട്ടിയായി തോന്നുന്നത്. കാരണം ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ തെരഞ്ഞെടുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിലെ രണ്ട് പ്രബല മുന്നണികളും ദേശീയ രാഷ്ട്രീയത്തിൽ അപ്രസക്തരായി കഴിഞ്ഞിട്ടുള്ള ഒരു കാലമാണിത്. CPM നേതൃത്വത്തിലുള്ള ഇടത് മുന്നണി എന്ന് പറയുന്നത് നമുക്കറിയാം 2009 അവര് ഏതാണ്ട് 6% വോട്ട് ഉണ്ടായിരുന്ന പാർട്ടിയായിരുന്നു. അവർക്ക് 9 MP ഉണ്ടായിരുന്നു ആ പാർട്ടിക്ക്. അത് 2014 ആയപ്പോഴേക്കും അവർ കേവലം 3% പാർട്ടിയായി മാറി. അവർക്ക് വെറും 4 MP സാഹചര്യമായി. 2019 ആയപ്പോഴേക്കും അവർ 1.75% മാത്രം വോട്ടുള്ള പാർട്ടിയായി മാറി. അവർക്ക് കേവലം 3 MP മാത്രമേ, കേരളത്തിൽ നിന്ന് 1 തമിഴ്നാട്ടിൽ നിന്ന് 2 എന്ന കണക്കിൽ 3 MP മാത്രമേ ഉള്ളൂ. ഇത്തവണ ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ, ഓരോ തവണയും വോട്ട് പകുതിയാവുക എന്ന ട്രെൻഡ് തുടരുകയാണെങ്കിൽ 1% താഴേക്ക് CPM വോട്ട് പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ തന്നെ നേതാവ് പറഞ്ഞതുപോലെ, ശ്രീ ബാലൻ പറഞ്ഞതുപോലെ, അടുത്ത തവണ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിന് വേണ്ടി പോലും പരിഭ്രമിക്കേണ്ടി വരും. മരപ്പട്ടിയോ ഈനാമ്പേച്ചിയോ ഒക്കെ ചിഹ്നമായിട്ട് മത്സരിക്കേണ്ട സാഹചര്യത്തിലാണ് CPIM നിൽക്കുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനുള്ള അർഹത പോലും ഇല്ലാതെ ദീർഘമായി 6 പതിറ്റാണ്ടോളം രാജ്യം ഭരിച്ചിട്ടുള്ള പാർട്ടിക്ക് ലോക്സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ 10% കിട്ടിയാലേ ഒപ്പോസിഷൻ ലീഡറിനുള്ള ക്ലെയിം സ്റ്റേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ 545 അംഗങ്ങളുള്ള നമ്മുടെ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവണമെങ്കിൽ 55 സീറ്റ് വേണം. കഴിഞ്ഞ 2 ടേമിലും 55 MP ഇല്ലാത്തതുകൊണ്ട് പ്രതിപക്ഷ സ്ഥാനം പോലും കിട്ടാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ അവരുടെ നില കൂടുതൽ പരിങ്ങലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഒരുപാട് ആൾക്കാരെ കൂട്ടാമെന്ന് വിചാരിച്ചവരുണ്ടാക്കിയിട്ടുള്ള INDA മുന്നണി ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തതേ ഇല്ല. INDA മുന്നണിയിലെ നേതാക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കേരളത്തിൽ പോലും INDA മുന്നണിയിൽപ്പെടുന്ന രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും തമ്മിൽ പരസ്പരം അതിരൂക്ഷമായിട്ട് ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ INDA എന്നത് കടലാസിലല്ലാതെ ഗ്രൗണ്ടിൽ പ്രതിഫലിച്ചിട്ടേ ഇല്ല എന്നത് വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഘടകമായിട്ട് രാജ്യം ഭരിക്കാൻ പോകുന്ന ഒരു പാർട്ടിയായിട്ട് നിൽക്കുന്നത് BJP മാത്രമാണ്. ആ കാഴ്ചപ്പാട് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അതിനനുസൃതമായിട്ടുള്ളൊരു വലിയ ജനവിധി BJPക്ക് അനുകൂലമായിട്ട് ഉണ്ടാവും. ഇത്തവണ BJP കേരളത്തിന്റെ ചരിത്രത്തെ തിരുത്തി കുറിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റം നടത്തും, ധാരാളം സീറ്റുകൾ നേടും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ.